Dear students, welcome back to maths class. Okay, let us discuss some questions. First one, in the picture below, two vertices of a parallelogram are joined to the midpoints of two sides. Prove that these lines divide the diagonal in the picture into three equal parts. Two vertices of a parallelogram are joined to the midpoints of two sides. നോക്കാം, ഈ സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഈ വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ അതേപോലെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ these lines divide the diagonal in the picture into three equal parts. ഇപ്പോൾ ഇവിടെ ഒരു ഡയഗണൽ ഉണ്ട്. ഈ ഡയഗണൽ നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ത്രീ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഈ രണ്ട് ലൈൻസ് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് name the parallelogram A, B, C, D. The next here M, then N. Next let us give P and Q. Next we have given that ABCD is a parallelogram. Then M is the midpoint of AB and N is the midpoint of CD. ഇപ്പോൾ എ ബി സി ഡി പാരലലോഗ്രാം ആയതുകൊണ്ട് തന്നെ എ ബിയും സി ഡിയും ഈക്വൽ ആൻഡ് പാരലൽ അല്ലേ? എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ ആൻഡ് പാരലൽ. എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ ആൻഡ് പാരലൽ. ദെൻ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി, എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ എം ഈക്വൽസ് എം ബി. ദ നെക്സ്റ്റ് സി എൻ ഈക്വൽസ് എൻ ഡി ഓർ ഡി എൻ. ആൻഡ് ഓൾസോ എ ബിയും സി ഡിയും പാരലൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാഫ് ലെങ്ത്തുകളും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? ബി എം ഡി എൻ ആർ ഈക്വൽ ആൻഡ് പാരലൽ. ബി എം ഈക്വൽസ് ഹാഫ് എ ബി ആൻഡ് ഡി എൻ ഈക്വൽസ് ഹാഫ് സി ഡി. ഇപ്പോൾ ബി എമ്മും എ ബിയും സി ഡിയും ഈക്വൽ ആയതുകൊണ്ട് ബി എമ്മും ഡി എന്നും എന്തായിരിക്കും? ഈക്വൽ ആൻഡ് പാരലൽ. ബി എം ഈക്വൽസ് ഡി എൻ ആൻഡ് ഓൾസോ ദേ ആർ പാരലൽ. അപ്പോൾ ബി എമ്മും ഡി എന്നും എന്താണ്? ഈക്വൽ ആണ്. അതേപോലെ തന്നെ എന്തുവാണത്? പാരലലും ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഡി എം എന്ന് പറഞ്ഞ ലൈന് അതേപോലെ ബി എം എന്ന ലൈനും ഈ എ സി എന്ന ഡയഗണലിൽ ത്രീ ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു ലൈന് എം എൻ എന്ന് പറഞ്ഞൊരു ലൈന് ജോയിൻ ചെയ്യാം. ജോയിൻ എം എൻ. ഓക്കെ, അപ്പോൾ എം എൻ എന്ന് പറഞ്ഞ ലൈന് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? ബി എം എൻ അതേപോലെ ഡി എം എൻ. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ബി എം എൻ ആൻഡ് ട്രയാങ്കിൾ ഡി എം എൻ. ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്താണ്? ബി എം ഈക്വൽസ് ഡി എൻ. അതായത് ബി എം എന്ന സൈഡും ഡി എൻ എന്ന് പറഞ്ഞ സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഇനി ഇതിൽ എം എൻ എന്ന് പറഞ്ഞത് ട്രയാങ്കിളിൻ്റെ കോമൺ സൈഡാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെ കിട്ടിയത്? ബി എം ഈക്വൽസ് ഡി എൻ അതേപോലെ എം എൻ ഈക്വൽസ് എം എൻ. ഇപ്പോൾ രണ്ട് സൈഡ്സുകൾ രണ്ട് ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സുകളാണ് ഈക്വൽ ആയിട്ട് കിട്ടിയത്. ഇപ്പോൾ എം എന്നും ഡി എന്നും അതേപോലെ ബി എമ്മും എം എന്നും. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾസുകൾ, ഈക്വൽ സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് ഏതൊക്കെയാണത്? ആംഗിൾ ഡി എൻ എമ്മും അതേപോലെ ആംഗിൾ ബി എം എന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡി എൻ അതേപോലെ ഇവിടെ എം ബി.
അപ്പോൾ എം എന്ന് പറഞ്ഞ ലൈന് ഈ രണ്ട് ലൈനെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ ഡി എൻ എമ്മും ആംഗിൾ ബി എം എന്നും എന്താണ് ഈ ആംഗിൾസിൻ്റെ പ്രത്യേകത? യെസ്, ദീസ് ആർ ദി ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എപ്പോൾ? പാരലൽ ലൈൻസിനെ അടുത്ത മൂന്നാമതൊരു ലൈന് കട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഡി എന്നും ബി എമ്മും എന്താണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്? ഈക്വലും പാരലലും ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡി എന്നും ബി എമ്മും പാരലൽ ആണെങ്കിൽ ഈ ആംഗിൾസുകൾ എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ ഡി എൻ എം ഈക്വൽസ് ആംഗിൾ ബി എം എൻ. These are alternate angles formed by the pair of parallel lines DN and BM cut by the line MN. Okay. So, ഇപ്പോൾ എന്താണ് കിട്ടിയത്? രണ്ട് ട്രയാങ്കിളിൻ്റെയും 2 sides and the angle between them are equal. രണ്ട് സൈഡും അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾസും എന്തായിട്ടുണ്ട്? ഈക്വൽ ആയിട്ടുണ്ട്. സോ നമുക്ക് അവിടുന്ന് എന്ത് കിട്ടും? തേർഡ് sides are also equal. Which are the third sides? DM, BN. Okay. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുതാം തേർഡ് sides are also equal. That is BN equals DM. അല്ലേ? BNും DNും ഈക്വൽ ആണ്. മാത്രമല്ല എന്താ നമുക്ക് കിട്ടുക? തേർഡ് സൈഡ് മാത്രമല്ല നമുക്ക് വേറെ എന്താ കിട്ടുക ഇവിടുന്ന്? ദ അതർ 2 angles are also equal. അല്ലേ? ഒരു ആംഗിൾ ഈക്വലും രണ്ട് സൈഡ്സ് ആ ആംഗിൾ രണ്ട് സൈഡ്സിൻ്റെ ഇടയ്ക്കാണ് ആംഗിൾ വരുന്നതെങ്കിൽ മൂന്നാമത്തെ സൈഡും ബാക്കി രണ്ട് ആംഗിൾസുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് ഏതൊക്കെയാണ് വരിക? അപ്പോൾ ഇവിടെ ഈ ആംഗിൾ കിട്ടും, അതേപോലെ ഈ ആംഗിൾ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. ദ നെക്സ്റ്റ് വൺ ഈ ആംഗിൾ ഏതാണ് ആംഗിൾ? ആംഗിൾ ഡി എം എൻ. അത് ഈ ഡി എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റിൽ കിടക്കുന്ന ആംഗിളാണ്. അതേപോലെ ബി എമ്മിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് ഇത്, ആംഗിൾ ബി എൻ എം. ആ രണ്ട് ആംഗിൾസുകൾ ഈക്വൽ ആണ്. വൈ? ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഡി എൻ ആൻഡ് ബി എം. ഇപ്പം എന്താ കിട്ടിയത്? ആംഗിൾ ഡി എൻ എം ഈക്വൽസ് ആംഗിൾ ബി എൻ എം. ബി എൻ എം. ഇനി ആംഗിൾ എങ്ങനെയാണ് വരുന്നത്? ഇതേപോലെയാണ് ആംഗിൾ കിടക്കുന്നത് അല്ലേ? ഡി എം എന്നും ബി എൻ എം. ഡി എം എൻ ഡി എം എൻ, അതേപോലെ ഇവിടെ ബി എൻ എം. അപ്പോൾ ഈ ആംഗിൾസ്, ഈ രണ്ട് ആംഗിൾസ് എന്ത് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഡി എം എന്ന് പറഞ്ഞ ലൈനും ഡി എൻ എന്ന് പറഞ്ഞ ലൈൻ, ഡി അല്ല ഇവിടെ ബി ആണ്, ഡി എമ്മും ബി എന്നും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ ഈ ഫിഗറിൽ ഡി എമ്മും ബി എന്നും എന്താണ്? പാരലൽ ആണ്. കാരണം ഇവിടെ ഈ രണ്ട് ആംഗിൾസുകൾ ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിൾസ് എന്താ പ്രത്യേകത? ഓൾട്ടർനേറ്റ് ആംഗിൾസുകളാണ് അല്ലേ? രണ്ട് ലൈൻസിനെ മൂന്നാമത്തെ ലൈന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് വന്നിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ആംഗിൾസുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബി എൻ എന്ന് പറഞ്ഞ ലൈനും ഡി എം എന്ന് പറഞ്ഞ ലൈനും എന്താണ്? പാരലൽ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ബി എം ഡി എൻ പാരലൽ ആൻഡ് ഈക്വൽ, അതേപോലെ ഡി എമ്മും ബി എന്നും എന്താണ്? പാരലലും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഏതാണത്? ബി എം ഡി എൻ ഈസ് ആൾസോ എ പാരലലോഗ്രാം. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡി എം എന്ന് പറഞ്ഞ ലൈനും ബി എൻ എന്ന് പറഞ്ഞ ലൈനും എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? പാരലൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫിഗറിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ എന്താണ്? ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഏതാ ട്രയാങ്കിൾ? എ ബി ക്യൂ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് ബി എൻ ആൻഡ് ഡി എം ആർ പാരലൽ. ഇപ്പോൾ ബി എന്നും ഡി എമ്മും പാരലൽ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബി ക്യൂവും പി എമ്മും എന്താണെന്ന് കിട്ടും?
പാരലാണെന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ എ എം ബി, അതേപോലെ ഇവിടെ പിയും ക്യൂ. അപ്പോൾ ഇവിടുന്ന് ബി ക്യൂ പി എം പാരലാണെങ്കിൽ എന്താണ് റേഷ്യോ വരിക? എ എം ബൈ എം ബി ഈക്വൽസ് എ പി ബൈ പി ക്യൂ. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിലെ ബി ക്യൂ എന്ന് പറഞ്ഞ സൈഡിന് പാരലാണ് എന്ത്? പി എം. അങ്ങനെയാണെങ്കിൽ ആ ലൈന് ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിനെയും എ ക്യൂ എന്ന് പറഞ്ഞ ലൈനിനെയും എന്ത് ചെയ്യുന്നു? ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. സോ എ പി ബൈ പി ക്യൂ ഈക്വൽസ് എ എം ബൈ എം ബി. ഇനി അതേപോലെ മുകളിലത്തെ ട്രയാങ്കിൾ സി, ദെൻ ഡി, ഹിയർ എൻ, നെക്സ്റ്റ് ക്യൂ. അപ്പോൾ അവിടുന്ന് എന്താ കിട്ടുക? ഈ ട്രയാങ്കിൾ എടുത്താൽ ഇവിടെ ഏതാണ്? പി. അപ്പോൾ ഇവിടെ ഡി പി എൻ ക്യൂ ആ ലൈൻസ് എന്താണ്? പാരലാണ് അല്ലേ. ഡി പി എന്ന് പറഞ്ഞ ലൈനും എൻ ക്യൂ എന്ന് പറഞ്ഞ ലൈനും എന്താണ്? പാരലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡി എൻ എന്ന് പറഞ്ഞ ലൈന് എൻ എന്ന പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സി എന്നും ഡി എൻ എന്ന് പറഞ്ഞ റേഷ്യോ അതേപോലെ സി ക്യൂ പി ക്യൂ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ സി എൻ ബൈ ഡി എൻ ഈക്വൽസ് സി ക്യൂ ബൈ പി ക്യൂ എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ദിസ് ട്രയാങ്കിൾ സി എൻ സി ഡി പി. ഓക്കെ, സി ഡി പി. അതിൽ എൻ ഇവിടെ ഉണ്ട്, അതേപോലെ ക്യൂ ഉണ്ട്. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ഡി പി ആൻഡ് ക്യൂ എൻ ആർ പാരലൽ. ഇപ്പോൾ ഡി പിയും ക്യൂ എന്നും പാരലൽ ആണെങ്കിൽ നമുക്ക് ഈ സി ഡി എന്ന് പറഞ്ഞ ലൈന് അതേപോലെ സി ക്യൂ സി പി എന്ന് പറഞ്ഞ ലൈനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടും? ഇവിടുന്ന് ഡി എൻ ബൈ സി എൻ ഈക്വൽസ് ഇവിടുന്ന് എന്താ എഴുതാം? പി ക്യൂ ബൈ ക്യൂ സി. ഇനി തിരിച്ചെഴുതിയാലും മതി. സി എൻ ബൈ ഡി എൻ ഓർ എൻ ഡി ഈക്വൽസ് സി ക്യൂ ബൈ പി ക്യൂ. ഓക്കെ, സോ നൗ വി ഗോട്ട് എ എം ബൈ എം ബി ഈക്വൽസ് എ പി ബൈ പി ക്യൂ. സെക്കൻഡ് ഡി എൻ ബൈ സി എൻ ഈക്വൽസ് പി ക്യൂ ബൈ ക്യൂ സി. എ എം ബൈ എം ബി ഈക്വൽസ് എ പി ബൈ പി ക്യൂ. ദ നെക്സ്റ്റ് ഡി എൻ ബൈ സി എൻ ഓർ എൻ സി ഈക്വൽസ് പി ക്യൂ ബൈ ക്യൂ സി. നെക്സ്റ്റ് നോക്കുക, നമുക്ക് പറയുന്നുണ്ട് ടു വെർട്ടീസസ് ഓഫ് എ പാരലലോഗ്രാം ആർ ജോയിൻ ടു ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ്. വെർട്ടെക്സ് നിന്ന് മിഡ് പോയിന്റിലേക്കാണ് ലൈൻസ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇപ്പോൾ എം എ ബിൻ്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ എ എം ബൈ എം ബി എന്താവുക? എം എ ബിൻ്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ എ എമ്മും എം ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ റേഷ്യോ എ എം ബൈ എം ബി എന്ന് പറഞ്ഞ റേഷ്യോ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? എ പി ബൈ പി ക്യൂ ഈക്വൽസ് 1. എ പി ബൈ പി ക്യൂ ഈക്വൽസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ്? എ പി ഈക്വൽസ് പി ക്യൂ. എ പി ഈക്വൽസ് പി ക്യൂ. അപ്പോൾ എ പിയും പി ക്യൂ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ്? ഹിയർ എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. n is the midpoint of CD. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ എഴുതാൻ പറ്റുക? dn ബൈ സി എൻ ഈക്വൽസ് സി ഡിൻ്റെ മിഡ് പോയിന്റ് n ആണെങ്കിൽ ഡി എന്നും സി എന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ലെങ്ത്തുകൾ എന്താണ്? സെയിം ആയിരിക്കും. അപ്പോൾ ആ റേഷ്യോ എന്താ വരിക? 1 അല്ലേ. ഡി എൻ ബൈ സി എൻ 1 ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പി ക്യൂ ബൈ ക്യൂ സി ഈക്വൽസ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് പി ക്യൂ ഈക്വൽസ് ക്യൂ സി. ഓക്കെ, അപ്പോൾ നമുക്ക് എ പി ഈക്വൽസ് പി ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. ദ നെക്സ്റ്റ് പി ക്യൂ ഈക്വൽസ് ക്യൂ സി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മളൊന്ന് കമ്പൈൻ ചെയ്യാം.
എ പി ഈക്വൽസ് പി ക്യു ആണ്, പി ക്യു ഈക്വൽസ് ക്യു സി ആണ്. സോ നമുക്ക് എന്തെഴുതാം? എ പി ഈക്വൽസ് പി ക്യു ഈക്വൽസ് ക്യു സി. ഓക്കെ, എ പിൻ്റെ ലെങ്ത്തും പി ക്യുവിൻ്റെ ലെങ്ത്തും സി ക്യുവിൻ്റെ ലെങ്ത്തും എന്താണെന്ന് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ചെയ്യേണ്ടത് two vertices of a parallelogram are joined to the midpoints of two sides. Then that lines divide the diagonal in the picture into 3 equal parts. അപ്പോൾ നമുക്ക് 3 പാർട്സും എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? ഈക്വൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that the quadrilateral formed by joining the midpoints of the sides of a quadrilateral is a parallelogram. What if the original quadrilateral is a rectangle? So all of you listen this picture. Here ABCD is a quadrilateral. Then PQRS is also a quadrilateral formed by the line joining the midpoints. Okay. അപ്പോൾ ഈ ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററലിലെ സൈഡ്സുകളുടെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന വേറൊരു ക്വാഡ്രിലാറ്ററലാണ് PQRS. We have to prove that the quadrilateral PQRS is a parallelogram. PQRS parallelogram ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് can you say any idea how to prove this PQRS is a parallelogram? Yes. Okay, all of you listen. Just let us join AC അല്ലെങ്കിൽ quadrilateral AC. Diagonal AC. Then we have two triangles. Which are there? Triangle ABC, triangle ADC. ഇനി ഇവിടെ പി ക്യു എന്ന് പറഞ്ഞ സൈഡിലെ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഈ എ ബി എന്ന സൈഡിൻ്റെ ബി സി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്സുകൾ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് പി ക്യു എന്ന ലൈൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പി ക്യു എന്ന് പറഞ്ഞ ലൈന് ഈ എ സി എന്ന് പറഞ്ഞ ലൈനിന് എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഓക്കെ, the length of the line joining the midpoints of two sides of a triangle is half the length of the third side. മൂന്നാമത്തെ സൈഡിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം? പി ക്യു ഈക്വൽസ് ഹാഫ് എ സി ആൻഡ് ഓൾസോ ദേ ആർ പാരലൽ. ഓക്കെ, അതായത് എ സിക്ക് പി ക്യു എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതേപോലെ എ സിൻ്റെ ഹാഫ് ആണ് എന്ത് വരിക? പി ക്യു. ഓക്കെ, ബൈ യൂസിങ് അവർ ലാസ്റ്റ് റിസൾട്ട്. നെക്സ്റ്റ്, കൺസിഡർ ദിസ് ട്രയാങ്കിൾ എ ഡി സി. ഇതിലെ എ ഡി സി ഡി അല്ലേ, എ ഡി എന്ന സൈഡും സി ഡി എന്ന സൈഡും കൺസിഡർ ചെയ്താൽ എസ് ആൻഡ് ആർ ആർ ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ സൈഡ്സ് എ ഡി ആൻഡ് സി ഡി. എ ഡിൻ്റെ സി ഡിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് എസ് ആൻഡ് ആർ അല്ലെങ്കിൽ ആർ ആൻഡ് എസ്. അപ്പോൾ അത് ജോയിൻ ചെയ്ത ലൈനാണ് ആർ എസ്. സോ നമുക്ക് എന്ത് ഇവിടുന്ന് കിട്ടും? എസ് ആർ ഈസ് ഹാഫ് ഓഫ് എ സി. എസ് ആർ ഹാഫ് ഓഫ് എ സി. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താ? എസ് ആർ ആൻഡ് എ സി ആർ പാരലൽ. സൈഡ്സ് PQ AC are parallel and also SR and AC are parallel. So we get PQ equals SR and they are parallel. അപ്പോൾ എ സിക്ക് പി ക്യു പാരലാണ്, അതുപോലെ എ സിയും എസ് ആറും പാരലാണ്. In the same way we can say that PQ equals SR. രണ്ടും ഹാഫ് ഓഫ് എ സി ആണ്. So PQ equals SR and PQ and SR are parallel. Okay. അപ്പോൾ ഈ രണ്ട് സൈഡ്സുകൾ എന്താണ്? ഈക്വൽ ആൻഡ് പാരലൽ. നെക്സ്റ്റ് എ ബി സി ഡി. Then let us join the midpoints PQ R S. Okay. അപ്പോൾ നമ്മൾ എ സി വരച്ചിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. Instead of AC, let us join BD. BD join ചെയ്താൽ നേരത്തെ പോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് വരുന്നുണ്ട്. വിച്ചാർതെ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BDC. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ റിസൾട്ട് സെയിം റിസൾട്ട് യൂസ് ചെയ്താൽ ഇവിടെ നിന്ന് എന്ത് എഴുതാം? PS ഈക്വൽസ്
half BD, and PS and BD are parallel also. Okay, then next consider this triangle BCD. Then we can write QR equals half BD. QR equals half BD, and also BD and QR parallel. Okay, അപ്പോൾ ഇവിടെ പി എസും ക്യു ആറും എന്താണ്, ഈക്വൽ ആണ്, പാരലൽ ആണ്. കാരണം രണ്ടും ഹാഫ് ബി ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് പി എസ് ഈക്വൽസ് ക്യു ആർ. പി എസ് ഈക്വൽസ് ക്യു ആർ ആൻഡ് ഓൾസോ ദേ ആർ പാരലൽ. അപ്പോൾ ഇതിൽ പി എസും ക്യു ആറും ഈക്വലും പാരലലാണ്. ഇവിടെ പി ക്യൂവും എസ് ആറും ഈക്വലും പാരലലാണ്. സോ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, ഈക്വൽ ആൻഡ് പാരലൽ. സോ വി ക്യാൻ സേ ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് ഫോംഡ് ബൈ ദി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ, ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അതെന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, പാരലലോഗ്രാം. ദറ്റ് ഈസ് PQRS is a parallelogram. Okay. Today's class is over. Thank you. Have a nice day.